വയനാട് ദുരിതബാധിതരുടെ ബാങ്ക് വായ്പ പുനഃക്രമീകരിക്കുമെന്ന് കേന്ദ്ര സർക്കാർ ഹൈക്കോടതിയിൽ അറിയിച്ചു. പുനഃക്രമീകരണത്തിൽ 1 വർഷത്തെ മൊറട്ടോറിയവും ഉൾപ്പെടുമെന്നും കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്. അതേസമയം വായ്പ എഴുതിത്തള്ളൽ പരിഗണിക്കണമെന്ന് കേന്ദ്രത്തോട് ഹൈക്കോടതി നിർദ്ദേശിക്കുകയും ചെയ്തു. വയനാട് ഉരുൾപൊട്ടൽ ദുരിതബാധിതരുടെ വായ്പകൾ പുനഃക്രമീകരിച്ച് 1 വർഷം മൊറട്ടോറിയവും കൂടി ഉൾപ്പെടുത്തുമെന്നാണ് കേന്ദ്ര സർക്കാർ ഹൈക്കോടതി അറിയിച്ചത്. വായ്പയിലെ ബാക്കി തുകയും പലിശയും പുതിയ വായ്പയായിട്ടാണ് പുനഃക്രമീകരിക്കുക. അതേസമയം വായ്പ എഴുതിത്തള്ളൽ പരിഗണനയിലില്ല. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്ത യോഗത്തിലാണ് മൊറട്ടോറിയം ഏർപ്പെടുത്താനും മറ്റും തീരുമാനം ആയതെന്നായിരുന്നു കേന്ദ്രത്തിന്റെ വിശദീകരണം. കൂടാതെ വായ്പാ തിരിച്ചടവിന് അധിക സമയവും നൽകും. എന്നാൽ മൊറട്ടോറിയവും പുനഃക്രമീകരണവും തൃപ്തികരമല്ലെന്ന് വ്യക്തമാക്കിയ ഹൈക്കോടതി ദുരന്ത സാഹചര്യത്തിൽ വായ്പ എഴുതിത്തള്ളൽ പരിഗണിക്കണമെന്നും കേന്ദ്രത്തോട് അഭിപ്രായപ്പെട്ടു. ദുരിതബാധിതരുടെ വായ്പ സംബന്ധിച്ച ബാങ്കേഴ്സ് സമിതി ശുപാർശകളിൽ അംഗീകാരം നൽകിയവയുടെ വിശദമായ സത്യവാങ്മൂലം സമർപ്പിക്കാൻ കേന്ദ്ര സർക്കാരിന് ഹൈക്കോടതി നിർദ്ദേശം നൽകി. ബാങ്ക് ഓഫ് ബറോഡ വായ്പാ തിരിച്ചടവ് നടപടികൾ നിർത്തിവെച്ചതായും കേന്ദ്രം ഇന്ന് കോടതി അറിയിച്ചിട്ടുണ്ട്. തുടർന്ന് വയനാട് ഉരുൾപൊട്ടൽ ദുരന്തവുമായി ബന്ധപ്പെട്ട് സ്വമേധയാ എടുത്ത ഹർജി ഹൈക്കോടതി ഏപ്രിൽ 9 മാറ്റി. ജനം, കൊച്ചി.